അങ്ങനെ ഞാനും ഉണ്ടാക്കി ലബൂബു. പക്ഷെ ലബൂബു എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വകയിലൊരു അമ്മാവനായിട്ട് വേണമെങ്കിൽ പറയാം. പരീക്ഷണമായിട്ട് അതിന് പുറത്തുനിന്നൊന്നും ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ നോക്കി. ഫേസ് കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തത്. കാരണം എനിക്ക് അതിന്റെ മുകളിൽ ക്ലേ വെക്കണമായിരുന്നു. 2-3 ലെയർ ഫോയിൽ പേപ്പർ എടുത്ത് അത്യാവശ്യം കട്ടിക്ക് തന്നെ ഫേസ് ഉണ്ടാക്കിയെടുത്തു. ഇപ്പൊ എന്റെ മഞ്ഞപ്പൊടി ലബൂബു ഒക്കെ ആണല്ലോ, മഞ്ഞപ്പൊടി എടുത്ത് ചിലപ്പോൾ എന്റെ അമ്മായിമ്മ എന്നെ ഓടിക്കും. അതുകൊണ്ട് ലബൂബിലോട്ട് തിരിഞ്ഞ് ഫേസിനും ലെഗിനും ആംസിനും ഒക്കെ ഞാൻ ക്ലേ യൂസ് ചെയ്തേക്കുന്നത്. 2-3 കളർ മിക്സ് ചെയ്താൽ ഞാൻ ഒരു ബോഡിയുടെ കളറാക്കി എടുത്തേക്കുന്നത്. ഇനി ഈ ക്ലേ അലൂമിനിയം ഫോയിലിന്റെ മേളിൽ വെച്ച് നമുക്കൊരു ഫേസ് ആക്കി എടുക്കണം. നിങ്ങൾ എത്ര പേർക്കറിയാം ഈ ലബൂബു എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ പോസിറ്റീവ് ക്യാരക്ടർ ഒന്നുമല്ല. ആക്ച്വലി ഇതൊരു മോൺസ്റ്റർ ആണ്. ഈ നോർഡിക് കൺട്രീസ് ആയ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേയിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോക്ക് സ്റ്റോറി ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഹോങ്കോങ് ആർട്ടിസ്റ്റ് ആണ് ഇതിനെ ഉണ്ടാക്കിയത്. ആദ്യം ഇത്ര വലിയ ഫേമസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പോപ്പ് ആർട്ടുമായിട്ട് ഒരു കൊളാബറേഷൻ വന്നതിന് ശേഷമാണ് ഇത്ര വൈഡ് റേഞ്ചിൽ ഫേമസ് ആയത്. കുറെ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ബ്ലാക്ക് പിങ്ക് ഒക്കെ ഇല്ലേ, അവരൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഇത് വേൾഡ് വൈഡ് ആയത്. ഇതൊരു മോൺസ്റ്റർ ആണെങ്കിലും ഇതിനെ അഗ്ലി ക്യൂട്ട് എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും ഫേമസ് ആവാൻ വേറൊരു കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാവോ? ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ള കളർ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അതായത് നമുക്ക് ഇഷ്ടമുള്ള കളർ പോയി നമുക്ക് സ്റ്റോറിൽ നിന്ന് പിക്കാൻ പറ്റില്ല. ഇതൊരു മിസ്റ്ററി ബോക്സ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു കളക്റ്റബിൾ ടോയ് കൂടിയാണ്. എല്ലാ കളറും കിട്ടാൻ വേണ്ടി ഒരുപാട് വാങ്ങിക്കൂട്ടുന്നവരും ഉണ്ട്. ഇത്രയും ഫേമസ് ആയ ടോയ് വാങ്ങാന്ന് വെച്ചാലോ നല്ല റേറ്റും ഉണ്ട് ഇതിന്. ഇനി എന്റെ ലബൂബിനെ പറ്റി പറഞ്ഞാൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് ഫ്ലോപ്പ് ആവുന്നത്. പിന്നെ തുടങ്ങിയതല്ലേ എന്ന് വെച്ച് ഞാനങ്ങ് പൂർത്തിയാക്കി. വേറെ കുറെ ചാനലുകൾ ഇതിലും നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാനാണെങ്കിൽ അത് പോയി കാണണം കേട്ടോ. അപ്പോൾ ചോദിക്കും പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് കാണുന്നത്, ഇത് എങ്ങനെ ഉണ്ടാക്കരുത് എന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒറിജിനൽ ലബൂബു അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ തുന്നി പിടിപ്പിച്ച് ലബൂബു ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് മോൺസ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞ് ഇതൊരു ഡബിൾ അല്ല കേട്ടോ, അതായത് കൂടോത്രം ഒന്നും അല്ല. നോക്കിക്കേ, എന്റെ ലബൂബിന്റെ ഒരു കൈ വികലാംഗനായിപ്പോയി. അത് കൈയും കാലും എല്ലാം സെയിം ക്ലേ വെച്ച് തന്നെ ചെയ്തേക്കുന്നത്. അതോടെ ഒട്ടിച്ചു കൊടുത്തിട്ടൊരു ഫൈൻ ലുക്ക് കണ്ടാലോ. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം സംഭവം സെറ്റായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.